ലക്ഷ്മി പത്മ തുടരുന്നുണ്ട് മേപ്പാടിയിൽ നിന്നും. ലക്ഷ്മി, ഈ DNA പരിശോധനയുടെ കാര്യമടക്കം മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ എത്രയധികം DNA പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോഴുള്ള മൃതദേഹങ്ങളൊക്കെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തതുണ്ട്. ലക്ഷ്മി മുൻപ് സൂചിപ്പിച്ചതുപോലെ അടയാളങ്ങളിൽ നിന്ന് മാത്രമായി കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ DNA പരിശോധന എത്രത്തോളം സങ്കീർണമായിരിക്കും മുന്നോട്ടേക്ക്? DNA പരിശോധന എന്ന് പറയുന്ന ആവശ്യമാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത്. DNA പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു ആവശ്യമാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇപ്പോഴും ആളുകൾ, ബന്ധുക്കളെ കണ്ടെത്താനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പലരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെരച്ചിൽ സംഘങ്ങളിൽ പ്രാദേശികമായി പ്രദേശവാസികളെ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ 3 വയസ്സായ ഒരു മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്ത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലിനായി ഇപ്പോൾ ആ അച്ഛൻ തന്നെ നേരിട്ട് ചെല്ലുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കായിരിക്കും അറിയാൻ പറ്റുക ഈ വീട് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി അറിയാൻ പറ്റും. ആ ഒരു മേഖലയിലേക്ക് തെരച്ചിലിനായി അവർ തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് പലപ്പോഴും 1-2 പേരോ ഒന്നും അല്ല പലപ്പോഴും നഷ്ടപ്പെട്ടുള്ളത്. പലപ്പോഴും 10-18 പേരെ നഷ്ടപ്പെട്ടവർ, 20 പേരെ നഷ്ടപ്പെട്ടവർ, 30ഓളം പേരെ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു യുവാവിനെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇങ്ങനെ ദുരന്തത്തെ പലതരത്തിൽ നേരിട്ടവർ, പലതരത്തിൽ അതിജീവിച്ചവരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിജീവിച്ചു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സാങ്കേതികമാണ് എന്ന് എനിക്കറിയാം. ഒരു പക്ഷേ അവർ ആ വൈകാരികമായി അതിൽ നിന്ന് ഒരിക്കലും അതിജീവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പം പേരെന്താണ്? എത്ര പേരെയാണ്? 7 പേര്. ജ്യേഷ്ഠൻ, ഭാര്യ, പിന്നെ ഈ ചെറിയ കുട്ടി, പിന്നെ മോളെ 2 മക്കള്, പിന്നെ അവരെ ഉമ്മ. എത്ര ആളും കിട്ടാണ്ട്. അതിലാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞ അത് ഈ കുട്ടിയാണ്. അവളാണ് ഇഫാന എന്ന് പറയുന്ന കുട്ടി. 3 വയസ്സ്. ഇപ്പൊ ഇഫാനയുടെ വാപ്പ തെരച്ചിലിന് പോയിരിക്കും. 3 വയസ്സുള്ള ഇഫാനെ അടക്കം 8 പേരെ ഒരു കുടുംബത്തിൽ നിന്ന് കാണാനില്ല. അദ്ദേഹമാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അവിടെ ഓരോ മൃതദേഹം വരുമ്പോഴും ഇവരിങ്ങനെ പ്രതീക്ഷയോടെ പോകും. ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് പറയുന്ന, അതിനെ പ്രതീക്ഷ എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മൃതദേഹം വരുമ്പോൾ അവർ പോകും, അത് അവരുടെ ബന്ധുവാണോ എന്നറിയാൻ വേണ്ടി പോകും. പക്ഷേ പലപ്പോഴും നിരാശയായിരിക്കും ഫലം. പലപ്പോഴും അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലായിരിക്കും ഈ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളുമായി ഇവിടെ എത്തുക. അങ്ങനെ വളരെ വളരെ അതിവൈകാരികമായ സങ്കടം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് സംഗീത നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പിന്നെ ഈ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ വെറുതെ വരരുത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ആരോഗ്യ വകുപ്പ് പൊതുവായി പറഞ്ഞിട്ടുണ്ട്. നമ്മളും ആ ഒരു കാര്യം എല്ലാവരോടും തന്നെ അഭ്യർത്ഥിക്കുകയാണ്. വെറുതെ ഇതൊരു കാഴ്ചയ്ക്കായി വേണ്ടി മാത്രം ആരും ഇവിടേക്ക് എത്തരുത്. കാരണം പകർച്ചവ്യാധി ഭീഷണി വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടക്കമുള്ള ആളുകൾ ഇവിടെ ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓരോ ദിവസവും എലിപ്പനി പ്രതിരോധ ഗുളികൾ അടക്കം കഴിച്ചിട്ടാണ് നമ്മൾ മാധ്യമപ്രവർത്തനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബന്ധുക്കളെ തിരഞ്ഞെത്തിയിരിക്കുന്നവർ അവർക്ക് അത് ഇവിടെ വരേണ്ടതുണ്ട്. അവർക്ക് ഇവിടെ എത്തിച്ചേർന്നേ മതിയാകൂ. അതുകൊണ്ട് വരുന്നതാണ്. അതല്ലാതെ ദുരന്ത ഭൂമിയിലേക്ക് തെരച്ചിൽ നടക്കുന്നിടത്താണെങ്കിലും ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന ഇടത്താണെങ്കിലും ആരും കാഴ്ചക്കാരായി എത്തരുത് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന ആരോഗ്യവകുപ്പ് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. നമുക്കും മാധ്യമങ്ങളിലൂടെ അത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ആരും വെറുതെ ഇങ്ങോട്ടേക്ക് വരരുത്. രോഗസാധ്യത അത്ര കണ്ടുണ്ട്. നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണെങ്കിലും അവിടെ മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് പ്രവേശനമില്ല. എങ്കിൽ പോലും അവിടെയും ആരും വരരുത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പകർച്ചവ്യാധികൾ പൊതുവെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. പ്രത്യേകിച്ചും ദുരന്ത മേഖലകളിൽ നമുക്കറിയാം ദുരന്തത്തിന് ശേഷം ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് അവിടെ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളാണ്. അങ്ങനെ ഒരു ദുരന്തം കൂടി വയനാടിന് ഉണ്ടാകരുത് എന്ന് പറയുന്ന അതിനുവേണ്ടിയാണ്, അതിലേക്കാണ് ഈ അഭ്യർത്ഥനകൾ. അതുകൊണ്ട് തന്നെ ആരും വെറുതെ ഇവിടേക്ക് കാഴ്ചക്കാരായി എത്തരുത് എന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ ഇന്നും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.